ഇന്നത്തെ ലഞ്ചിന് ഏത്തയ്ക്ക മെഴുക്കുവരട്ടി ആയാലോ പൊളിക്കില്ലേ. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്. രാവിലെ തന്നെ അച്ചായ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് മാർക്കറ്റിലൊന്ന് പോകണം, പിന്നെ ത്രെഡ് ചെയ്യാനുണ്ട്, അതുകൂടാതെ നെയിലും ചെയ്യാനുണ്ട്. വിഷുവും അതുപോലെ തന്നെ ഈസ്റ്ററിൻ്റെ ഒക്കെ ഷൂട്ടുണ്ട്, കൂടാതെ നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ നെയിലിൻ്റെ പരിപാടിയും ത്രെഡിങ്ങും ഒക്കെ കഴിഞ്ഞ് നേരെ തന്നെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനുള്ള ഏത്തയ്ക്ക എടുക്കണ്ടേ. ഇവിടെ ഇതിന് പറയുന്ന പേര് പ്ലാന്റെയിൻ എന്നാണ് കേട്ടോ. രണ്ടെണ്ണത്തിന് £1.50 ആണ്, അതായത് നാട്ടിലെ 150 രൂപ. നാട്ടിലെ പഴുത്ത ഏത്തയ്ക്ക പുഴുങ്ങുന്നതിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ ഇവിടെ, പക്ഷേ മെഴുക്കുവരട്ടി വെച്ചാൽ കിടുവാണ്. അങ്ങനെ അതെല്ലാം മേടിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരാൾ കംപ്ലയിൻറ്റ് പറയുന്നു, അമ്മ ഞാൻ കട്ടിലേന്ന് ചെറുതായിട്ടൊന്ന് വീണെന്ന്. ആൾക്ക് പ്രശ്നമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ തൊട്ട് തലോടിയൊക്കെ നോക്കിയപ്പോൾ ചതവും മുറിവും ഒന്നുമില്ല. പിന്നെ ഉള്ള സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി സെറ്റ് ചെയ്തു, ഒരു ബോക്സ് എടുത്ത് ഫ്രിഡ്ജിലും വെച്ചു. ഇനി വെക്കാനുള്ള ദാൽ സ്പിനച്ച് കറിയാണ് കേട്ടോ. ബൈ ദ ടൈം അച്ചു പോകാൻ സമയമായി. പ്രാർത്ഥിച്ച് വിട്ട് കഴിഞ്ഞതിന് ശേഷം ലവിക്കുള്ള ലഞ്ച് കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഉറക്കി കിടത്തി. പിന്നെ ദാൽ സ്പിനച്ച് കറിയൊക്കെ വെച്ച് ഞാൻ കുറച്ച് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആളിതാ എണ്ണിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവനെ കൂട്ടിയായിരുന്നു കേട്ടോ എൻ്റെ ലഞ്ച് കഴിപ്പ്. ഈവനിങ് ആയപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഡ്രൈവിന് പോകാമെന്ന് കരുതിയപ്പോഴാണ് റിജോഷിൻ്റെ കോൾ വരുന്നത്. ചേച്ചി, ഞങ്ങൾ ലണ്ടനിൽ എത്തിയിട്ടുണ്ട്, ജിൽസിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലാണ് ഫുഡ് കഴിക്കുന്നതെന്ന്. ഞാൻ കരുതി അവർക്കൊരു കുട്ടി സർപ്രൈസ് കൊടുത്താൽ എന്താന്ന്. അങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളും. അവരെല്ലാവരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയി കേട്ടോ. എനിക്കതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മഞ്ജുവിനോടും ഷെഫ് ബേസിലിനോടും ഞാൻ പറഞ്ഞിരുന്നു അവരോട് പറയേണ്ട ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എനിക്ക് സർപ്രൈസ് ആയത് വേറൊന്നുമല്ല, ഇതാണ് മഞ്ജുവിൻ്റെ ഷെഫ് ബേസിൻ്റെ വക തക്കാളിയും പുതിനയിലും വെച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്ക്.